നമുക്കൊപ്പം ചേരുന്നു. മിനിസ്റ്റർ, നമുക്കിപ്പോൾ ഇന്ന് നമ്മൾ നടത്താൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മിനിസ്റ്റർ ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. ഓരോ ദിവസവും ആ ദിവസത്തെ പ്രയോറിറ്റി അനുസരിച്ച് ഇപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ന്യൂസ് 18 ഓരോ മിനിറ്റിലും കാണിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഇന്ന് എല്ലാവരും കൂടി ഉണ്ടായിരുന്നുകൊണ്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള ദൃശ്യങ്ങൾ പോലും ന്യൂസ് 18 കാണിച്ചിരുന്നു. അതിൽ പ്രശ്നം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു ഡിസാസ്റ്ററിന്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ വിധത്തിലാണ് മരണസംഖ്യയും കാണാതായവരുടെ എണ്ണം. അതുകൊണ്ട് ഓരോ ദിവസവും പ്രയോറിറ്റി അടിസ്ഥാനത്തിലുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ ഇതുവരെ സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത വിധത്തിൽ നമ്മളെ ഏകോപിപ്പിക്കുന്നത്. ആദ്യത്തെ ദിവസം നമ്മൾ വന്നു ചേർന്നപ്പോ വിവിധ മേഖലകളിൽ സ്കാറ്ററായി കിടക്കുന്ന ആളുകളെ പൂർണ്ണമായിട്ടും ഇങ്ങോട്ട് എത്തിക്കുക, കരകടത്തി വിടുക, രാത്രി വൈകുന്നതിനുള്ളിൽ അവരെ ഏതെങ്കിലും വിധത്തിൽ പാനിക്കാവാതെ കൊണ്ടുവരിക എന്നുള്ളതിനാണ് നമ്മൾ ശ്രദ്ധ കാണിച്ചിരുന്നത്. ആ പ്രവർത്തനം നന്നായി നടത്താൻ നമുക്കായി. ഇപ്പൊ രണ്ടാം ഘട്ടത്തിൽ നമ്മൾ ആലോചിച്ച കാര്യം ഇന്നലെ സ്കാറ്റേഡായി കിടക്കുന്നവർ കണ്ടെത്തിയിട്ടുള്ള മൃതശരീരങ്ങൾ അത് കൊണ്ടുവരൽ എന്നുള്ള കാര്യമായിരുന്നു. അതിന് പക്ഷേ നമുക്ക് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരു പ്രയാസം മനുഷ്യ സാധ്യമായ വിധത്തിലുള്ള സാധ്യതകൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റിയിരുന്നുള്ളൂ. ഇന്നത്തോടുകൂടി യന്ത്ര സാമഗ്രികൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലിലേക്ക് നമ്മൾ കടന്നു. ഇന്നലെ രാത്രിയോടെ വലിയ നമ്പർ ഹിറ്റാച്ചി നമുക്ക് അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഹിറ്റാച്ചിയുടെ കൂടി സൗകര്യത്തോടെ നടത്തുന്ന യന്ത്ര സാമഗ്രിക രക്ഷാപ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാതൃകയായി നമുക്ക് കാണാനാകുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഓരോ ഹിറ്റാച്ചിയുടെയും കൂട്ടത്തിൽ പോകേണ്ട സൈനികർക്കൊപ്പമുള്ള പിന്നെ കട്ടിംഗ് മെഷീനുകൾ, അതുമായി ബന്ധപ്പെട്ട സ്ട്രക്ചർ യൂണിറ്റുകൾ, ഭക്ഷണം എത്തിക്കേണ്ട സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ, ഇങ്ങനെ ഓരോ ഹിറ്റാച്ചി സൗകര്യത്തിനോടൊപ്പം പോകേണ്ട ആളുകളെ സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള പ്ലാൻ ഇന്നലെ രാത്രിയോടെ നമ്മൾ തയ്യാറാക്കി എല്ലാവരുമായും സംവദിക്കുകയും കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ കൂടി സൗകര്യത്തോടു കൂടിയായിരിക്കും നമ്മൾ ആ രക്ഷാപ്രവർത്തന ദൗത്യങ്ങൾക്ക് നേതൃത്വം നൽകാൻ പോകുന്നത്. അപ്പോ ആ വിധത്തിൽ ഇന്ന് കുറെ കൂടി ഭദ്രമായ വിധത്തിൽ കാര്യങ്ങൾ പോകും എന്നാണ് നമ്മൾ കരുതുന്നത്. ഇന്നലെയോടുകൂടി ഏതാണ്ട് നമുക്ക് ഏതെങ്കിലും വിധത്തിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുള്ള ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും, ഞാൻ അങ്ങനെ പറയുമ്പോൾ ന്യൂസ് 18 കാഴ്ചകൾ നമുക്ക് കണ്ണേമടങ്ങുക എന്ന് കരുതും വിധത്തിൽ ഭീകരമാണ്. പല മേൽക്കൂരകൾ ഉൾപ്പെടെയുള്ള വീടുകൾ താഴത്തോട്ട് താന്നു പോയിട്ടുള്ള അനുഭവമാണ് നേരിട്ട് കാണുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. അപ്പൊ അതുകൊണ്ട് ഭൂമുഖത്തുള്ള നേരിട്ട് കാണാവുന്നതോ ഏതെങ്കിലും വിധത്തിൽ മരത്തിൽ കുടുങ്ങിയതോ ചളിയിൽ പൂണ്ടതോ ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ നമുക്ക് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ യന്ത്ര സാമഗ്രികളുടെ സഹായത്തോടു കൂടി കണ്ടെത്തേണ്ട സൗകര്യങ്ങളായിരിക്കും വരിക. ആ കാര്യത്തിൽ ഇന്ന് അത് കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാകും മുന്നോട്ട് പോകുക. മുഖ്യമന്ത്രി ഇന്ന് എത്തിച്ചേരുന്നതോടെ രക്ഷാദൌത്യ പ്രവർത്തനങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ പുരോഗമനപരമായിട്ടുള്ള മുഖം കൈവരും. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഉദ്യോഗസ്ഥന്മാരുമായി രാവിലെ ആശയവിനിമയം നടത്തും. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായിട്ട് മുഖ്യമന്ത്രി സംസാരിക്കും. പ്രധാനപ്പെട്ട 1-2 കേന്ദ്രങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള സുരക്ഷാ പ്രവർത്തനങ്ങൾക്ക് ഭംഗം വരാത്ത വിധത്തിൽ മുഖ്യമന്ത്രി സന്ദർശിക്കുകയും ചെയ്യും. അപ്പൊ അതുകൂടി കഴിയുന്നതോടുകൂടി കുറച്ചുകൂടി വളരെ പോസിറ്റീവായ വിധത്തിലുള്ള ഒരു മൂവ്മെന്റ് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. മിനിസ്റ്റർ, ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ കാര്യം, അവര് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് കഴിയുന്ന ആളുകളാണ്. അവരുടെ മനസ്സ് നമുക്കറിയാം. പക്ഷെ അവരെ ചേർത്ത് പിടിക്കുന്നു നമ്മൾ. അവരുടെ കാര്യങ്ങളൊക്കെ ഏത് രീതിയിലാണ് മിനിസ്റ്റർ ഇപ്പോൾ ഏകോപിപ്പിക്കുന്നത്? ഒരു പ്രയാസവും ഉണ്ടാകില്ല. സാധാരണ നിലയിൽ വീടുകൾ താമസിക്കുന്നവർ ക്യാമ്പിലേക്ക് വരുമ്പോഴുള്ള പ്രയാസം ഉണ്ടാകുമെങ്കിലും മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ല. അവരുടെ ഭക്ഷണം, അവരുടെ താമസം, ഓരോ സ്ഥലത്തും വേണ്ട പിന്നെ പല വിധത്തിലുള്ള, ഞാൻ പറയുന്നതിൽ വേറെ ഒന്നും കരുതൽ പറയാൻ എനിക്ക് പ്രയാസമുണ്ടെങ്കിലും നിൽക്കുന്ന നേരത്ത് ചുറ്റുവട്ടമുള്ള ഭൂമിയിൽ താഴ്ന്നുപോയ രക്ഷകർത്താക്കൾ, ബന്ധുക്കൾ, മക്കൾ, അച്ഛനമ്മമാർ എന്നിവരുടെ മുഖം കണ്ട ഓർമ്മകളുമായിട്ടാണ് ക്യാമ്പുകളിലേക്ക് പലരും വരുന്നത്. അപ്പോ അതുകൊണ്ട് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ സാധ്യതകളും ക്യാമ്പുകളിൽ നമ്മൾ പിന്നെ നോക്കുന്നുണ്ട്. 9 ക്യാമ്പുകളാണ് ഇപ്പോൾ ഉള്ളത്. മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ ആളുകളുടെ എണ്ണം വല്ലാതെ കൂടുതലാണ്. അവരൊന്ന് ഡിവൈഡ് ചെയ്യാനുള്ള ശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ ആളുകൾക്ക് ഒരുമിച്ച് താമസിച്ചവർക്ക് പിരിയാൻ പറ്റാത്ത പ്രശ്നമുണ്ടെങ്കിൽ അത് നോക്കി ഇന്നുകൂടി കഴിഞ്ഞ് കുറച്ചുകൂടി കുറഞ്ഞ എണ്ണം ഇപ്പോ പിന്നെ ക്യാബിനുകളിലായി കൊണ്ടുവരാവുന്ന ടോയ്ലറ്റുകൾ പരമാവധി ഇങ്ങോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ബന്ധുക്കൾക്കും ഉറ്റവർക്കും ഉടയവർക്കും പെട്ടെന്ന് ഏറ്റുവാങ്ങാൻ പറ്റാത്ത മൃതശരീരങ്ങൾ പൂർണ്ണമായും മൊബൈൽ മോർച്ചറികളിൽ സൂക്ഷിക്കാൻ ഏതാണ്ട് 100-ലേറെ മൊബൈൽ മോർച്ചറികൾ ഇപ്പോൾ നമ്മൾ സംഭരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ആ വിധത്തിൽ
ക്യാമ്പുകൾ, മോർച്ചറി സംവിധാനങ്ങൾ, ആശുപത്രികൾ പ്ലാന്റായി ഓരോന്നിനും ഓരോ വളരെ പ്രധാനപ്പെട്ട IAS ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവരെ ചുമതല കൊടുത്ത് പ്രാദേശിക ആളുകളുടെ സഹായത്തോടു കൂടിയിട്ടുള്ള കോർഡിനേഷനാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ മിനിസ്റ്റർ, ഒരു കാര്യം കൂടി, നമ്മളിപ്പോൾ ഈ യന്ത്രസാമഗ്രികൾ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ കൂടുതൽ വേഗത്തിലാകും രക്ഷാപ്രവർത്തനമെന്ന് അങ്ങ് പറഞ്ഞു. ഇന്നിപ്പോൾ സർവകക്ഷി യോഗം ചേരുമ്പോൾ പലയിടത്തായി ഇതിന്റെ വ്യാപ്തി വളരെ വലുതാണല്ലോ, പലയിടത്തായി രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. സൈന്യത്തിനപ്പുറം സന്നദ്ധ സംഘടനകളുടെ രക്ഷാപ്രവർത്തനം ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഏകോപനം ഇന്ന് കൃത്യമായി ഉണ്ടാകുമെന്നല്ലേ? അല്ല, ഇപ്പോ ഏകോപനത്തിൽ ഒരു പ്രയാസവും ഇല്ല. പക്ഷെ എന്താണ് ഇതിന്റെ പ്രശ്നമെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ ഈ സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ ഇത് നടത്തുമ്പോൾ പല പോയിന്റുകളിലായിട്ടാണ്. അപ്പോ അതൊക്കെ കോർഡിനേറ്റ് ചെയ്ത് തന്നെയാണ്, അറിയുന്ന കേന്ദ്രങ്ങളും അറിഞ്ഞ കേന്ദ്രങ്ങളും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഹോൾഡ് ചെയ്തോ നമ്മൾ പോകുന്നത്. അപ്പൊ ആ വിധത്തിൽ കോർഡിനേഷൻ പ്രയാസമില്ല. മുഖ്യമന്ത്രി വരുന്നതോടുകൂടി ആ കോർഡിനേഷൻ പൂർണ്ണമാകും, അത്രേ ഉള്ളൂ. ശരി മിനിസ്റ്റർ, വളരെയധികം നന്ദി. ഞങ്ങളോട് പ്രതികരിച്ചതിന് റവന്യൂ മന്ത്രി കെ രാജനാണ് നമ്മളോട് സംസാരിച്ചത്. ഇത്രയും വലിയ തിരക്കിലാണ് അദ്ദേഹം ഉള്ളത്, അവിടെ ഏകോപന ചുമതലയൊക്കെ അദ്ദേഹത്തിനുണ്ട്. അപ്പോഴും നമ്മളോട് പ്രതികരിച്ചു. ഇപ്പോൾ വലിയ രക്ഷാപ്രവർത്തനം അതിൻ്റെ ഊർജിതമായി തന്നെ നമ്മൾ നടത്തുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി കൂടി അങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവിടെ എല്ലാ രീതിയിലുമുള്ള കൃത്യമായ ഏകോപനം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ക്യാമ്പുകളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. അവിടെ എല്ലാ രീതിയിലുമുള്ള സഹായം, അവശ്യ വസ്തുക്കൾ ഒക്കെ അവർക്ക് എത്തിക്കുമെന്നും റവന്യൂ മിനിസ്റ്റർ നമ്മളോട് പറഞ്ഞു. എന്തായാലും ബെയിലി പാലം നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കൂടുതൽ വേഗം കൈവരിക്കും രക്ഷാപ്രവർത്തനത്തിന് എന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. MS അനീഷ് കുമാർ തുടരുന്നുണ്ട്. അനീഷ്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇതാണ്, ഈ പാലം തയ്യാറായാൽ ഉടനെ, പാലം അവിടെ അങ്ങേക്കരയിൽ മുട്ടിയാൽ ഉടനെ ഈ യന്ത്ര സാമഗ്രികൾ അങ്ങോട്ടേക്ക് എത്തിക്കാൻ എല്ലാം സജ്ജമാണ് എന്നുള്ളതാണ് കളക്ടർ നമ്മളോട് പറഞ്ഞത്, അല്ലേ? ആ പുഴയിൽ ഇതിലെയാണ് ഉരുൾപൊട്ടി താഴേക്ക് ഈ മണ്ണും പാറയും കല്ലുമൊക്കെ എത്തിയത്. ഈ പാലത്തിൽ, ഈ പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിൻ്റെ നിർമ്മാണം ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് പറയാം. ഒപ്പം ഈ സന്നദ്ധ പ്രവർത്തകർക്കും ഈ രക്ഷാ ദൗത്യത്തിൽ ഏർപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കും മറ്റുമൊക്കെ പോകാനായി ഒരു താൽക്കാലിക പാലം ആ വശത്ത് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇന്നലെ ഒരു മരപ്പാലത്തിലായിരുന്നു, മരത്തടിയിലൂടെയായിരുന്നു പോയിരുന്നതെങ്കിൽ ഇന്നൊരു ചെറിയ താൽക്കാലിക പാലം ഇതിന് സമാന്തരമായുണ്ട്. അതിലൂടെ ആളുകളുടെ നീക്കം വളരെ വേഗം നടക്കുന്ന ഒരു സാഹചര്യം. പിന്നെ അനുകൂലമായൊരു ഘടകം, മഴ കാര്യമായി രാവിലെ ഈ പ്രദേശത്ത് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടി അനുകൂലമായി മുന്നോട്ട് പോകും എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. നമുക്ക് വശത്ത് തന്നെ ഉണ്ട്, ഈ ക്യാമറ തിരിച്ചാൽ കാണാൻ കഴിയുന്ന ദൃശ്യങ്ങളുണ്ട്. കാരണം എത്രമാത്രം ആഴത്തിലാണ് ഈ കെട്ടിട ഭാഗങ്ങളുടെ മറ്റുമൊക്കെ ഈ മണ്ണ് അടിഞ്ഞുകൂടിയിരിക്കുന്നത്, അല്ലെങ്കിൽ മരങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കുന്നത് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ, ഇത് ഏറ്റവും ചെറിയ ഒരു ഉദാഹരണമായി തന്നെ ഇത് കാണിക്കാൻ കഴിയും. കാരണം ആ കെട്ടിടത്തിൻ്റെ ഏതാണ്ട് മേൽക്കൂരയോളം ആണ് ആ തടിയും കല്ലും മണ്ണുമൊക്കെ നിറഞ്ഞു ഇരിക്കുന്നത്. അതുകൊണ്ട് അത് പെട്ടെന്ന് അവിടെ നീക്കം ചെയ്ത് അവിടുന്ന് ആളുകൾക്ക് കൈകൊണ്ട് സാമഗ്രികൾ നീക്കം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ